ഹൈന്ദവരെ സംബന്ധിച്ചിടത്തോളം 500 വർഷത്തെ പോരാട്ടത്തിന് ഒരു അവസാനമായിരിക്കുകയാണ്. ഇന്ന് ആ ദിനമാണ്, അയോധ്യയിൽ ആഘോഷമാണ്. ഇനി എങ്ങനെയായിരിക്കും മുന്നോട്ട്? കഴിഞ്ഞ വർഷം 2024 ജനുവരി 22-നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിലെ പുതിയ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്തിയത്. ഏതാണ്ട് ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഇന്ന് അവിടെ ധ്വജസ്തംഭവും അതുപോലെ തന്നെ പതാകയും ഇന്ന് അദ്ദേഹം തന്നെ ഉയർത്തി കാണിച്ചു. അതോടുകൂടി ഈ ധ്വജാരോഹണത്തോടുകൂടി ക്ഷേത്രത്തിൻ്റെ പണി പൂർത്തിയായി എന്ന് നമുക്ക് പറയാം. എപ്പോഴും ഒരു ക്ഷേത്രത്തിൻ്റെ അഭിന്നമായ ഒരു ഭാഗമാണ് ക്ഷേത്രത്തിലെ കൊടിമരവും അതിലെ കൊടിയും എന്ന് പറയും. ഇത് നമ്മുടെ കേരളത്തിലും നോർത്ത് ഇന്ത്യയിലൊക്കെ ചില വ്യത്യാസമുണ്ട് ഈ കൊടിമരത്തിൽ. നമ്മുടെ നാട്ടിൽ ഈ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് കൊടിമരം സ്ഥായിയായിട്ടുണ്ടാവും, പക്ഷേ ഉത്സവത്തിന് മാത്രമായിരിക്കും കൊടി ഉയർത്തുകയും ഉത്സവശേഷം കൊടി താഴ്ത്തുകയും ചെയ്യുന്നത്. പക്ഷേ ഉത്തരേന്ത്യയിൽ അങ്ങനെയല്ല. അവിടെ അത് ധർമ്മധ്വജം എന്നുള്ള പേരിൽ കൊടി ഉയർത്തി കഴിഞ്ഞാൽ അത് അങ്ങനെ നിൽക്കും. ചിലപ്പോൾ എന്തെങ്കിലും അതിന് പാകപ്പിഴ പറ്റിക്കഴിഞ്ഞാൽ മാറ്റി വീണ്ടും സ്ഥാപിക്കുന്നു. അപ്പോൾ തിരുപ്പതിയിലാണെങ്കിൽ നിത്യേന അതിലെ കൊടി മാറ്റാറുണ്ട്. പക്ഷേ ഇവിടെ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കറിയില്ല. എന്നിരുന്നാലും ദൂരെ നിന്ന്, അതായത് ക്ഷേത്രത്തിൻ്റെ എത്രയോ അടി ഉയരത്തിലാണല്ലോ ഇത് നിൽക്കുന്നത്. അപ്പോൾ ദൂരെ നിന്ന് ഈ കൊടി കണ്ടു കഴിഞ്ഞാൽ അതവിടെ ദൈവത്തിന് അത് കണ്ട് വണങ്ങാൻ പറ്റുന്ന ഒരു വിശ്വാസമാണ് ഈ ധ്വജവും അതിലെ പതാകയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നരേന്ദ്രമോദി നിർവഹിച്ചത് ഈ പറഞ്ഞതുപോലുള്ള ധ്വജാരോഹണമാണ്. ഇന്ന് അത് മാത്രമല്ല അദ്ദേഹം ചെയ്തത്. 2024 ബാലകരാമൻ്റെ, അതായത് ശ്രീരാമൻ്റെ ബാലരൂപം 5 വയസ്സ് എന്നുള്ള സങ്കല്പത്തിലെ ബാലരൂപത്തെ പ്രതിഷ്ഠ നടത്തിയാണ് അന്ന് പ്രാണപ്രതിഷ്ഠ നടത്തിയത്. അന്ന് ഈ ക്ഷേത്രം പൂർണ്ണമായിരുന്നില്ല. ഇന്നിപ്പോൾ അതിൻ്റെ മറ്റൊരു ഭാഗം കൂടി പൂർത്തിയായിട്ടുണ്ട്. അതായത് ശ്രീരാമൻ്റെ ദർബാർ ഇന്ന് പൂർത്തിയായിട്ടുണ്ട്. പ്രധാനമന്ത്രി അവിടെ സന്ദർശനം നടത്തി. അതായത് സീതാ സമേതനായി വിളങ്ങുന്ന ശ്രീരാമചന്ദ്രനും ഒപ്പം ഈ ശത്രുഘ്നനും അതുപോലെ തന്നെ ഭരതനും ഹനുമാനും ഒക്കെ ഉള്ള വിഗ്രഹം ഇന്ന് സ്ഥാപിച്ചിട്ടുണ്ട്. ഇന്നത്തെ ദിവസത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് വിവാഹ പഞ്ചമിയാണ്. അതായത് ശ്രീരാമൻ സീതാദേവിയെ വിവാഹം കഴിച്ച ദിവസവും കൂടിയാണ് ഇന്നത്തെ ദിവസം. അതുകൊണ്ടായിരിക്കാം, അന്നൊരു ശുഭ ദിവസമായതുകൊണ്ടായിരിക്കും ഇന്ന് ഈ ധ്വജാരോഹണത്തിന് വേണ്ടി തിരഞ്ഞെടുത്തത്. ഇനി ആ ക്ഷേത്രത്തിലെ ഒരു ഫ്ലോർ കൂടി, മൂന്നാമത്തെ ഒരു ഫ്ലോർ കൂടി പൂർത്തിയാവാനുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട 2 പൂർത്തിയായ സ്ഥിതിക്ക് ക്ഷേത്രത്തിൻ്റെ പണി ഏതാണ്ട് പൂർത്തിയായി എന്ന് നമുക്ക് പറയാവുന്നതാണ്. മാത്രമല്ല ഈ കൊടിക്കുള്ള ധാരാളം പ്രത്യേകതകളുണ്ട്. അതായത് 20 അടി നീളവും 10 അടി ഉയരമുള്ള സിന്തറ്റിക് തുണിയിൽ നിർമ്മിച്ച കൊടിയാണ് ഇന്നവിടെ ഉയർത്തിയത്. അതിൽ സൂര്യവംശത്തിൻ്റെ എല്ലാ അടയാളങ്ങളും, അതായത് സൂര്യൻ, കോപിതാരവൃക്ഷം, അതുപോലെ തന്നെ ഓം, ഈ 3 ചിഹ്നങ്ങളും അതിൽ പതിപ്പിച്ചിട്ടുണ്ട്. 60 കിലോമീറ്റർ വേഗതയിൽ കാറ്റടിച്ചാൽ പോലും കീറിപ്പോകാത്ത തരത്തിലുള്ള രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം. അതിൻ്റെ ചരട് എന്ന് പറയുന്നത് നേർത്ത സ്റ്റീൽ നൂലുകൾ കൊണ്ടാണ് അതിൻ്റെ ചരടുകൾ നിർമ്മിച്ചിരുന്നത്. അപ്പോൾ ദീർഘകാലം നിൽക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും വരും ദിവസങ്ങളിൽ അയോധ്യയിലേക്കുള്ള ജനങ്ങളുടെ സന്ദർശനത്തിൻ്റെ ബാഹുല്യം വർദ്ധിച്ചു വരാനാണ് സാധ്യത. ഈ അവസരത്തിൽ നമ്മൾ ഇന്ന് പ്രധാനമന്ത്രി പറഞ്ഞ ഒരു വാചകം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അദ്ദേഹം പറഞ്ഞത് നൂറ്റാണ്ടുകളായിട്ടുള്ള മുറിവ് ഉണങ്ങിക്കഴിഞ്ഞു എന്നാണ്. അത് നേരത്തെ ശ്രീ സൂചിപ്പിച്ചതുപോലെ 500 വർഷം കാത്തിരുന്നു എന്നുള്ളതാണ്. ആ മുറിവ് ഉണങ്ങിക്കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ഈ അടിമ മനോഭാവത്തിൽ നിന്ന് മുക്തരാവുക എന്നുള്ളതാണ്. നമ്മുടെ ഒരു ഏറ്റവും വലിയ പ്രശ്നം അതാണ്, അടിമ മനോഭാവം. കൊളോണിയൽ അടിമത്വം എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ വിട്ടുമാറ്റില്ല, എപ്പോഴും സൂചിപ്പിക്കുന്ന ഒരു സാധനമാണ്. ഈ മാനസികാവസ്ഥയാണ് നമ്മളെ ശ്രീരാമൻ കൽപ്പിത കഥാപാത്രം എന്ന് പറയാൻ നമ്മൾ പ്രേരിപ്പിച്ചതെന്നാണ്. അപ്പോൾ ആരുടെയൊക്കെയോ പ്രത്യയശാസ്ത്രത്തിന് വേണ്ടി നമ്മൾ അടിമ മനോഭാവം സ്വീകരിച്ചത് കൊണ്ടാണ് ശ്രീരാമൻ കൽപ്പിത കഥാപാത്രമാണെന്ന് പറയുന്നത്. ഇതാരാ പറഞ്ഞത്? ഇത് ഒരു ഇൻഡയറക്റ്റ് കുത്താണ് കോൺഗ്രസിന്. ഇത് പറഞ്ഞത് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയൊക്കെയാണ് പറഞ്ഞത്. അല്ല, അവർക്ക് ഇപ്പോഴും അവിടെ ഒരു അയിത്തമാണല്ലോ. അല്ല, അവർക്ക് അവിടെ അയിത്തമാണ്. അവരൊരിക്കലും പോകില്ല. അവർക്ക് പോകണമെങ്കിൽ മറ്റേ ഫത്വ കിട്ടണം. അതായത് വലിയ മുസ്ലിം പണ്ഡിത ഫത്വ കിട്ടിയാൽ മാത്രമേ അവർ പോകത്തുള്ളൂ. അപ്പോൾ ഈ മാനസികാവസ്ഥയെക്കുറിച്ച് പ്രധാനമന്ത്രി പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ശ്രീരാമക്ഷേത്ര നിർമ്മാണത്തിലും അതിൻ്റെ പ്രവർത്തനങ്ങളിലും ഈ കോൺഗ്രസ് പാർട്ടി അടക്കമുള്ള ചില പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ മാറി നിൽക്കുന്നതാണ് ഇദ്ദേഹം സൂചിപ്പിച്ചത്.
അപ്പോൾ അതിലേക്ക് വന്നാൽ മാത്രമേ നമ്മുടെ രാജ്യം രാമരാജ്യത്തിലേക്ക് പോകുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ രാമരാജ്യം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ആർക്കും എന്താണ് ഈ ദുരിതങ്ങളും ദുഃഖങ്ങളും ഇല്ലാത്ത, എല്ലാ പേർക്കും ഈ പറഞ്ഞതുപോലെ നല്ല രീതിയിൽ ജീവിതം നയിക്കാൻ കഴിയുന്ന, യുദ്ധങ്ങളില്ലാത്ത, അയോധ്യ എന്ന യുദ്ധമില്ലാത്ത രാജ്യം അല്ലെങ്കിൽ ജയിക്കാൻ കഴിയാത്തതെന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാമരാജ്യത്തിലേക്കാണ് നമുക്ക് പോകേണ്ടത്. പക്ഷെ അങ്ങനെ പോകണമെങ്കിൽ അദ്ദേഹം പറഞ്ഞത് നമ്മളെ തന്നെ രാഷ്ട്രത്തിന് സമർപ്പിക്കണം, അല്ലാതെ ഒരിക്കലും രാമരാജ്യം ഉണ്ടാവില്ല. നിങ്ങൾ രാജ്യത്ത് നിൽക്കുകയും രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും രാമരാജ്യം ഉണ്ടാവില്ല. രാഷ്ട്രഹിതത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോഴാണ് ഈ പറഞ്ഞതുപോലെ സർക്കാരിൻ്റെയും കൂടെ സഹായത്തോടു കൂടി നമുക്ക് എന്താവാൻ കഴിയുന്നത്, ഈ രാമരാജ്യം സൃഷ്ടിക്കാൻ കഴിയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ദില്ലിയിൽ നമ്മളൊരു സമരം കണ്ടു. മലയാളികളായിട്ടുള്ള ചില പിന്നെ സ്റ്റുഡൻസ്, JNUവിലെ സ്റ്റുഡൻസാണ് അതിൽ പ്രധാനപ്പെട്ട ആളുകൾ. ഡൽഹിയിലെ എയർ ക്വാളിറ്റി ഇൻഡെക്സ് വളരെ രൂക്ഷമായി മാറുന്നു, ശ്വസിക്കാൻ നിവൃത്തിയില്ല എന്നുള്ള പേരിൽ ഇന്നലെ ഈ വിദ്യാർത്ഥികളെല്ലാം കൂടെ ഡൽഹിയിൽ ഒരു സമരം നടത്തിയിരുന്നു. ആ സമരത്തിൽ അവർ ഉയർത്തിയ പ്ലക്കാർഡ് ഹിദ്മയുടെ പടമാണ്. അതായത് കഴിഞ്ഞ ആഴ്ച വെടിവെച്ച് കൊന്ന നക്സൽ നേതാവിന് വേണ്ടിയിട്ടാണ് ഇവർ മുദ്രാവാക്യം വിളിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഉദ്ദേശം എന്താണ്? അവിടെയുള്ള ജനങ്ങളുടെ ഈ എന്താണ് നല്ല ശുദ്ധമായ വായു കിട്ടുന്നതാണോ, അതോ ഹിദ്മയാണോ, അതോ ഹിദ്മ ഇനി അവിടെ നല്ല വായു കൊണ്ടുവരുമോ? അപ്പോൾ നോക്കണം, ഇതാണ് ഇവരുടെ മാനസികാവസ്ഥ. ഈ മാനസികാവസ്ഥയാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചത്. ഇത് പക്ഷേ ഈ കോൺഗ്രസിനെയും അതോടൊപ്പം തന്നെ ഈ സമാജ്വാദിയും പിന്തുണയ്ക്കുന്നവർ പറയുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അയോധ്യയിൽ BJP പരാജയപ്പെട്ടു എന്നാണ്. അത്തരം കാര്യങ്ങൾ ഉയർത്തിയാണ് ഈ സംഭവങ്ങളെ അവർ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത്. അത് കേവലമായ പ്രതിരോധത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നുള്ളൂ. ഇപ്പോൾ ഫൈസാബാദ് എന്ന് പറയുന്ന സ്ഥലമായിരിക്കും പിന്നെ അവർ ഉദ്ദേശിച്ചത്. അവിടുത്തെ MP പറഞ്ഞ പോലെ സമാജ്വാദി പാർട്ടി ജയിച്ചു പോയി, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഒരു ഇലക്ഷൻ ജയിച്ചു എന്ന് പറഞ്ഞാൽ ഈ രാമക്ഷേത്രം ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് ഫൈസാബാദ് മാത്രമല്ല, ഇന്ത്യയിലാകമാനമാണ്. ഇന്ത്യ മൊത്തത്തിലാണ് കാണുന്നത്. മറ്റൊരുത്തിൽ പറഞ്ഞാൽ ശ്രീരാമൻ എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ കുലദേവതയാണ്. നമ്മളൊക്കെ സാധാരണ ഈ കുടുംബങ്ങളിലൊക്കെ, നമ്മുടെ നാട്ടിലെ പഴയ കുടുംബങ്ങളിലൊക്കെ കുടുംബദേവത, പരദേവതാ സങ്കല്പമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് ആ കുടുംബദേവത ആരാധിക്കുന്നത്? കുടുംബത്തിൻ്റെ ശ്രേയസ്സിനും ഐശ്വര്യത്തിനും പിന്നെയുള്ള സന്തതി പരമ്പരകൾക്ക് നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ പരദേവതയിലെ കുലദേവതയെ നമ്മൾ ആരാധിക്കുന്നത്. അതിലെന്തെങ്കിലും കോട്ട തട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ദുരിതങ്ങളും പ്രശ്നങ്ങളും ആയിരിക്കുമല്ലോ. അതേമാതിരി ഇന്ത്യക്ക് ഉണ്ടായിരുന്ന ഒരു കുഴപ്പമെന്ന് പറയുന്നത് ഇന്ത്യയുടെ കുലദേവതയായ ശ്രീരാമചന്ദ്രനെ ഒരു മൂലയ്ക്കെടുത്തിട്ടകയായിരുന്നു. വേണ്ട രീതിയിൽ പരിഗണിച്ചിരുന്നില്ല, പൂജകളും മറ്റു കാര്യങ്ങളും ചെയ്തിരുന്നില്ല. അതിൻ്റെ ആയിട്ടുള്ള കുഴപ്പങ്ങളാണ് കഴിഞ്ഞ കുറേ കാലം ഭാരതം അനുഭവിച്ചത്. ഇപ്പോൾ 2024 ഈ പ്രവേശനാർത്ഥിയോടുകൂടി രാജ്യത്തിൽ വലിയൊരു പിന്നെ ഉയർച്ചയല്ലേ വന്നുകൊണ്ടിരിക്കുന്നത്. രാജ്യം വലിയ തോതിൽ മുന്നോട്ട് പോവുകയല്ലേ. ഏത് തരത്തിലായാലും, വിദേശ ബന്ധങ്ങളിലായാലും, നമ്മുടെ നാട്ടിലുള്ള ഈ ഓഹരിയിലുണ്ടാവുന്ന ഉയർച്ചയായാലും, പിന്നെ ബാങ്കുകളുടെ പിന്നെന്താണ് നിക്ഷേപം വർദ്ധിക്കുന്നതിലായാലും, ഏത് കാര്യം ജനങ്ങളുടെ ക്ഷേമമായാലും എല്ലാത്തിലും വലിയ മുന്നേറ്റമല്ലേ സംഭവം നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ശ്രീരാമക്ഷേത്ര നിർമ്മാണവും അതിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് കേവലം ഒരു ഫൈസാബാദിൽ മാത്രം ഒതുങ്ങുന്നതല്ല, ഇന്ത്യയുടെ വികാരമാണ്. ശ്രീരാമൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ വികാരമാണ്. അത് തിരിച്ചറിയാൻ കോൺഗ്രസിന് കഴിയാത്തതുകൊണ്ട് മാത്രമാണ് ഇത്രയും കാലം വൈകിപ്പോയെന്നുള്ളതാണ് വിഷയം. അല്ല, അതായത് ലോക്സഭയിൽ ഉൾപ്പെടെ അന്ന് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ പോലും ഇത് ഉന്നയിച്ചിരുന്നു. ഇത് രാമൻ പോലും ഞങ്ങളോടൊപ്പമാണെന്ന രീതിയിൽ. രാമൻ അവരോടൊപ്പമാണ്, പക്ഷേ ഈ രാമനല്ല. അവരുദ്ദേശിച്ച രാമൻ വേറെ ആയിരിക്കും. നമ്മുടെ ലീഗിൻ്റെ കൂടെ UC രാമൻ എന്നൊക്കെയുള്ള ആയിരിക്കും പുള്ളി അവരുദ്ദേശിച്ചത്. ഒരിക്കലും ശ്രീരാമൻ അംഗീകരിച്ചതല്ല കോൺഗ്രസ്. ഈ പിന്നെ ഈ നമ്മുടെ ഇതിൻ്റെ ചരിത്രം, അതായത് ശ്രീരാമ ക്ഷേത്രത്തിൻ്റെ അയോധ്യയിലെ ചരിത്രം എന്ന് പറയുന്നത് അത് സൂചിപ്പിക്കുന്നുണ്ട് നെഹ്റുവിൻ്റെ കാലം മുതൽ ശ്രീരാമനോട് കാണിക്കുന്ന ഒരു അവഗണന. ആദ്യകാലത്ത് അവിടെ വിഷയമുണ്ടായ സമയത്ത് അവിടെ ഈ ബാബറി മസ്ജിദിന്റെ ഉള്ളിൽ ഒരു ഭാഗത്തിരുന്ന, പക്ഷെ രാജീവ് ഗാന്ധിയാണ് തുറന്നു കൊടുത്തത്. രാജീവ് ഗാന്ധി തുറന്നു കൊടുത്തത്. അതിന് കാരണമുണ്ട്, ഞാൻ അതിലേക്ക് വരാം. അപ്പോൾ നെഹ്റു ഈ പറഞ്ഞതുപോലെ ആ വിഗ്രഹം എടുത്ത് മാറ്റാൻ പറഞ്ഞു, ആവശ്യപ്പെട്ടു. പക്ഷെ അതിന് തയ്യാറാവുന്ന ഒരു മലയാളിയായിരുന്നു, KK നായർ എന്ന് പറയുന്ന അന്നത്തെ അവിടുത്തെ DM ആയിരുന്നു ഇതിനു വേണ്ടി അനുവദിക്കായിരുന്നത്. പിന്നീട് രാഹുൽ ഗാന്ധി ഇതിൽ എടുത്തു വയ്ക്കാനുള്ള കാരണം എന്ന് പറയുന്നത് അന്ന് UP നേതാക്കൾ പറഞ്ഞു ഇത് വലിയൊരു വിഷയമാണ്, ഇത് നമ്മൾ അവരെ പ്രാർത്ഥിക്കാൻ അനുവദിച്ചു കൊടുത്തില്ല, പൂട്ടിയിട്ട് തുറന്നു കൊടുത്തില്ല എങ്കിൽ അത് ഇലക്ഷനെ ബാധിക്കും എന്ന് കരുതിയിട്ട് രാഷ്ട്രീയമായ നേട്ടത്തിന് വേണ്ടി മാത്രം, അല്ലാതെ രാമന്റെ വിശ്വാസം കൊണ്ടൊന്നുമില്ല. പക്ഷെ എന്ത് സംഭവിച്ചെന്നറിയാമോ? ഇലക്ഷനിൽ തോറ്റു. രാജീവ് ഗാന്ധി ആ ഇലക്ഷനിൽ തോറ്റു, തുറന്നു കൊടുത്തെങ്കിലും തോറ്റുപോയി. അതോടുകൂടി പിന്നെ അവർ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാതായി എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ നരേന്ദ്രമോദി ചെയ്യുന്നതെന്ന് പറയുന്നത് ഇലക്ഷൻ ജയിക്കാൻ വേണ്ടിയല്ല, അത് അവരുടെ ഒരു ഒരു വിശ്വാസ പ്രവണത്തിൻ്റെ ഭാഗമാണ്. പണ്ട് മുതലേ പറയുന്ന RSSൻ്റെ ഒരു ലക്ഷ്യം രാമക്ഷേത്രം ഉയർത്തണം, ശ്രീരാമൻ്റെ ജന്മസ്ഥലത്തിന് എന്ത് ചെയ്യണം, അർഹമായ രീതിയിൽ നമ്മൾ പരിഗണിക്കണം എന്നുള്ളത് RSSൻ്റെയും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെയും ആഗ്രഹമായിരുന്നു, അല്ലെങ്കിൽ അവരുടെ ഒരു നിഷ്ഠയായിരുന്നു, ഒരു ലക്ഷ്യമായിരുന്നു. ആ ലക്ഷ്യത്തിന് വേണ്ടിയാണ് അവരെന്ത് ചെയ്തത്,
ഈ പറഞ്ഞതുപോലെ പ്രവർത്തിച്ചത്. സ്വാഭാവികമായിട്ടും അതിന് അനുകൂലമായ ജനവിധി അവർ കിട്ടുകയും ഈ ജനങ്ങൾ ആഗ്രഹിച്ച, ശ്രീരാമഭക്തർ ആഗ്രഹിച്ച പോലുള്ള രീതിയിലുള്ളൊരു ക്ഷേത്രം അവിടെ പണിഞ്ഞ് ഇപ്പോൾ കൊണ്ടുവരാനും കഴിഞ്ഞു എന്നുള്ളതാണ്. ഇന്നത്തെ ഈ സംഭവത്തോടു കൂടി ഈ ഏതാണ്ട് 26 ഏക്കർ വ്യാപിച്ചു കിടക്കുന്ന പിന്നെ ശ്രീരാമ ജന്മഭൂമി അല്ലെങ്കിൽ അയോധ്യയിലെ രാമക്ഷേത്രം എന്ന് പറയുന്നത് വളരെയധികം ഭക്തരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിലേക്ക് കൂടുതൽ വികസിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പിൽഗ്രിമേജ് സെൻ്ററായിട്ട് ഇപ്പം തന്നെ വലിയ വരുമാനമാണ് അവിടുന്ന് UP സർക്കാരിന് കിട്ടുന്നത്. വലിയ താമസമില്ലാതെ തന്നെ ഇത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ വിസിറ്റ് ചെയ്യുന്ന ഒരു പ്രദേശമായിട്ട് ഇത് മാറുകയും ആ വഴിയിൽ കൂടി രാജ്യം വിദേശത്ത് അറിയപ്പെടുകയും ശ്രീരാമൻ കൂടി അറിയപ്പെടാൻ പോവുകയാണ്. ഇതുവരെ താജ്മഹൽ കൂടി അറിയപ്പെട്ടിരുന്നുവെങ്കിൽ നാളെ അറിയപ്പെടാൻ പോകുന്നത് ഈ അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ കൂടെയാണ്. അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു ഐശ്വര്യം രാജ്യത്തിനും ജനതയ്ക്കും ഉണ്ടാകും എന്നാണ് വിശ്വാസം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.